ബോക്സ് ഓഫീസ് ചരിത്രം രചിച്ചിരിക്കുന്ന മോഹൻലാലിനെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായത്. 200 കോടിയും കടന്ന് തുടരുമെന്ന ചിത്രം എത്തി നിൽക്കുന്നത് അത്ഭുതമാണ് സമ്മാനിക്കുന്നത്. വലിയ ഹൈപ്പൊന്നുമില്ലാതെ ഇറങ്ങിയ ചിത്രം 200 കോടി നേടി ഒരു പോസിറ്റീവ് അഭിപ്രായം നേടിയതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. കൂടാതെ മോഹൻലാൽ ചിത്രവും. എന്നാൽ എമ്പുരാൻ പോലൊരു സിനിമ വലിയ ഹൈപ്പിലെത്തി, എന്നാൽ മിക്സഡ് റെസ്പോൺസ് ആണ് ലഭിച്ചത്. എന്നിട്ട് കൂടി ലഭിച്ചത് 250 മുകളിലുള്ള കളക്ഷൻ റെക്കോർഡായിരുന്നു. അങ്ങനെ 200 കോടി. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു സിനിമ വന്നാലോ എന്നതാണ് ഇപ്പോൾ ഓരോ ആരാധകരും പറയുന്നത്. വലിയ ഹൈപ്പോട് കൂടി എത്തുന്ന ഒരു മോഹൻലാൽ സിനിമ, വലിയ ബജറ്റുള്ള സിനിമ, വലിയ ക്യാൻവാസിൽ ഇറങ്ങുന്ന സിനിമ, അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനി അതൊക്കെ നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മോഹൻലാൽ ഉണ്ടാക്കിയത് വലിയൊരു റെക്കോർഡ് തന്നെയാണ്. ഇനി ഒരു താരത്തിന് ഇത് നേടാൻ കഴിയുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയുമാണ്. മലയാള സിനിമയിലെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും എത്തുമ്പോൾ മോളിവുഡിനെ തന്നെ പല പാഠങ്ങളാണ് ഈ ചിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമ കേരള ബോക്സ് ഓഫീസിൽ ടോപ്പ് ഗ്രോസറായി മാറിയത്. അതിനുശേഷമാണ് ആഗോളതലത്തിൽ മറ്റൊരു നേട്ടം എത്തിയെന്ന അപ്ഡേറ്റ് പുറത്തു വരുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തുടരും 200 കോടി കടന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടതും. ചില യാത്രകൾക്ക് വലിയ ശബ്ദങ്ങൾ ആവശ്യമില്ല, മുന്നോട്ട് പോകുവാൻ ഹൃദയങ്ങൾ മാത്രം മതി. കേരളത്തിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ തുടരും സ്ഥാനം നേടി. എല്ലാ സ്നേഹത്തിനും നന്ദി. മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതോടെ 2 മാസത്തിനിടയിൽ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന രണ്ടാമത്തെ മോഹൻലാൽ ചിത്രമായി തുടരും. മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ എമ്പുരാനും 200 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. അതേസമയം തുടരും എന്ന സിനിമയുടെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട്. തുടരും എന്ന് തമിഴ് പതിപ്പിന്റെ പേര്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നതും. വെറും 17 ദിവസം കൊണ്ടാണ് തുടരുമെന്ന സിനിമ 200 കോടി നേടുന്നത്. ഇതോടുകൂടി മോഹൻലാൽ എന്ന താരത്തിന്റെ ഡിമാൻഡ് കൂടിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. പല സംവിധായകരും റൈറ്റേഴ്സും മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമ ഒരുക്കാനുള്ള തത്രപ്പാടുകളിലും പ്ലാനിങ്ങിലും ഒക്കെയാണ് മോളിവുഡിൽ തന്നെ. മോളിവുഡും കടന്ന് തമിഴകത്തിൽ നിന്നും ഗംഭീര ഓഫറുകളാണ് മോഹൻലാലിന് വന്നുകൊണ്ടിരിക്കുന്നത്. മോളിവുഡിൽ തന്നെ നിരവധി ആൾക്കാരുടെ പേരിപ്പോൾ എടുത്തു പറയാൻ കഴിയും മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടി. പണ്ട് പുലിമുരുകനും ദൃശ്യവും ഒക്കെ ഹിറ്റായ സമയത്തും ഇതുപോലൊരു ഓളം ഉണ്ടായിരുന്നു മോഹൻലാലിനെ വെച്ചു ഗംഭീര സിനിമ ഒരുക്കാൻ വേണ്ടി. അതേ രീതി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. 2 ഗംഭീര ഹിറ്റുകളാണ് മോഹൻലാൽ മോളിവുഡ് സിനിമയ്ക്ക് സമ്മാനിച്ചതും. 200 കോടി വേൾഡ് വൈഡിൽ തുടരുമെന്ന ചിത്രം നേടിയപ്പോൾ എമ്പുരാൻ എന്ന സിനിമ 265.52 കോടിയാണ് നേടിയതെന്ന് ട്രാക്കർമാരുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ റിവൈസ് ചെയ്ത് പുറത്തുവിടുകയുണ്ടായി. ഓരോ റീജിയനിലും എമ്പുരാൻ എന്ന സിനിമ നേടിയ കണക്കുകളാണ് അവർ പുറത്തുവിട്ടത്. കേരളത്തിൽ നിന്നും 86.25 കോടിയും, കർണാടകയിൽ നിന്നും 12.72 കോടിയും, ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്നും 3.75 കോടിയും, തമിഴ്നാട്ടിൽ നിന്നും 9.50 കോടിയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 8.90 കോടിയും നേടി ഇന്ത്യൻ ടോട്ടലായി 120.72 കോടി നേടുകയുണ്ടായി. കൂടാതെ USA കാനഡയിൽ നിന്നും $2.70 മില്യൺ നേടിയത്. UK അയർലൻഡിൽ നിന്നും $2.14 മില്യൺ, GCCയിൽ നിന്നും $9.71 മില്യൺ, ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ നിന്നും $1.10 മില്യൺ, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്നും $1.25 മില്യൺ നേടുകയുണ്ടായി. ഓവർസീസിൽ നിന്നും മാത്രം $16.90 മില്യൺ എമ്പുരാൻ നേടിയത്. ഏതാണ്ട് 144.80 കോടി രൂപ. അങ്ങനെ ടോട്ടൽ 265.52 കോടിയാണ് എമ്പുരാൻ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് റിപ്പോർട്ടിൽ എത്തിയിരിക്കുന്നത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. അതുപോലെ തന്നെയാണ് തുടരുമെന്ന ചിത്രവും നേടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു വൈഡ് റിലീസ് ഒന്നുമല്ല തുടരുമെന്ന സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാലും ആ ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുക. 3.5 കോടി മലയാളികൾ കണ്ട് ഈ വലിയ വിജയവും ബോക്സ് ഓഫീസ് കളക്ഷനും സ്വന്തമാക്കി കൊടുത്തിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 90 കോടിയും മറികടന്നാണ് തുടരുമെന്ന ചിത്രം വന്നു നിൽക്കുന്നത്. ആഗോളതലത്തിൽ 200 കോടിയും മറികടന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ മോഹൻലാൽ എന്ന താരം വലിയ സക്സസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സക്സസ് മുതലാക്കാൻ നിരവധി പേരാണ് മോഹൻലാലിനെ വെച്ച് സിനിമ ഒരുക്കാൻ വേണ്ടി നിൽക്കുന്നതും. വലിയ ക്യൂ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ പല പ്രമുഖ സംവിധായകരോടും എഴുത്തുകാരോടും ചോദിക്കുമ്പോൾ മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇവരൊക്കെ മോഹൻലാലുമായി ചർച്ച നടത്തി കഥകൾ പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് സാക്ഷാൽ സംവിധായകൻ ജയരാജ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതും. ഇതുവരെ ജയരാജിന് ഒരു മോഹൻലാൽ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്തങ്ങാണം ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ജയരാജ് എന്ന സംവിധായകൻ എവിടെ നിൽക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. നിരൂപക ശ്രദ്ധയും പ്രേക്ഷക പ്രീതിയും ഒരുപോലെ നേടിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ സംവിധായകനാണ് ജയരാജ്. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അദ്ദേഹത്തിന്റെ സിനിമകളിൽ മികച്ച വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ ജയരാജ് കോംബോയിൽ ഒരു ചിത്രം ഇതുവരെയും വന്നിട്ടില്ല. പലതവണ ഒന്നിച്ചൊരു സിനിമയ്ക്കായി ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും എന്നാൽ വൈകാതെ മോഹൻലാലിനൊപ്പം പ്രോജക്റ്റ് വരുമെന്ന് പറയുകയാണ് ജയരാജ് ഇപ്പോൾ. ശാന്തമീ രാത്രി എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ജയരാജ് ഇതേക്കുറിച്ച് സംസാരിച്ചത്. ലാലേട്ടനൊപ്പം ഒരു സിനിമ ചെയ്യാനായി ഞങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്തിരുന്നു, എന്നാൽ അത്
അത് നടന്നില്ല. എന്നാൽ 2026 മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ നടക്കുമെന്നാണ് ജയരാജ് പറയുന്നതും. അഭിമുഖത്തിന്റെ ഈ ഭാഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തുടരുമെന്ന ചിത്രത്തിൽ ജയരാജിനും അഭിമാനിക്കാവുന്ന ഒരു സംഭവമുണ്ട്. ജോണി വാക്കർ എന്ന ജയരാജിന് തന്നെ ചിത്രത്തിലെ പാട്ടിന് മോഹൻലാൽ മമ്മൂട്ടിക്ക് കൊടുത്ത റഫറൻസ് അതിഗംഭീരമായി ഉപയോഗിച്ചത് അതൊക്കെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന നിമിഷമായി മാറിയിട്ടുണ്ട്. എന്തായാലും ജയരാജുമൊത്തുള്ള ഈ സിനിമ സംഭവിച്ചാൽ മോഹൻലാലിന്റെ മറ്റൊരു ഗംഭീര പെർഫോമൻസ് കാണാനാകുമെന്നാണ് ആരാധകർ പറയുന്നത്. ബോക്സ് ഓഫീസിലും പെർഫോമൻസിലും മോഹൻലാൽ നടത്തിയ തിരിച്ചുവരവിന്റെ തുടർച്ചയാകട്ടെ ഈ പ്രോജക്റ്റ് എന്നും ചിലർ ആശംസിക്കുന്നുണ്ട്.